ചെരുപ്പിട് 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 നേരെ കയറ്റി ഇട്ടോ അച്ഛാ ഇനി വെള്ളം ഒഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനും ചക്കുപ്പിയും കൂടെ. ഇവിടെ പൂവൊന്നും വന്നിട്ടില്ല. ഇവിടെ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ പൂവൊന്നും വന്നിട്ടില്ല. എന്തൊരു പനിക്കൂർക്ക, പിന്നെ അത് കഴിഞ്ഞ് ഇത് കുറച്ച് മുല്ലയാണെങ്കിൽ കൊണ്ടുവച്ചിട്ട് കുറേ നാളായി, പക്ഷെ ഇതുവരെ പൂവൊന്നും വന്നിട്ടില്ല. നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്ന പോലെ എപ്പോഴെങ്കിലും പൂക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്റെ മെയിൻ പരിപാടിയാണ് ഇവിടെ നമ്മൾ ഇലയെല്ലാം പറിച്ചു കളയുന്നത്. മറിക്കേ. പിന്നെ ഞങ്ങളുടെ റോസയെ കുറച്ച് പൂവുണ്ട് കണ്ടോ, അങ്ങനെ കുറച്ച് തുളസി, അവിടെ കുറച്ച് ചെടി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് റോസയുണ്ട്. ചക്കുപ്പി ഇല പറിച്ച് കളഞ്ഞാൽ മതി. അമ്മൂസ് എന്തി ബ്രെഡ് ഉണ്ടാക്കണോ? ആ എന്നാ നമുക്ക് പോയിട്ട് വരാം. ഒരു ഹായ് പറ. ബായ് അല്ല ഹായ് പറ. എന്നാ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞോ. ഫുഡല്ലടാ ഫുഡ്. ചെരുപ്പൂര് ചെരുപ്പൂര് ചെരുപ്പൂര്. എടാ ഇലയെല്ലാം പറിച്ച് കളകറ ചെറുക്കാം. ഇവിടെ മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഇനി ചെടിയുടെ പൂവെല്ലാം പറിച്ച് കളയുന്നത്, ഇല ഉൾപ്പെടെ. കഷ്ടപ്പെട്ട് വെള്ളം ഒഴിച്ചാണ് ഇപ്പം ഇത്രയായത്. മതി മതി, ഇല പറിച്ചത് മതി. ചെരുപ്പൂരിക്ക് ചെരുപ്പൂരിട്ട് ചെരുപ്പൂരിയിട്. കണ്ടോ ഒരുത്തം കുത്തിയതും ചെരുപ്പൂരിന്ന്. പെട്ടെന്ന് ഊരങ്ങോട്ട്, അല്ലെങ്കിൽ അമ്മൂസ് അവിടെ ബ്രെഡ് ഉണ്ടാക്കി അമ്മൂസ് തിന്നും. ഞങ്ങൾക്ക് കിട്ടൂലേ. അപ്പം ഇതാണ്ട് ഫുഡ് ഉണ്ടാക്കണം, കാണാൻ പോകുന്നുണ്ട്. നമുക്കും പോയി ഫുഡ് ഉണ്ടാക്കണം, കാണാം. അമ്മൂസ് എന്തോ ഉണ്ടാക്കുന്നത്? ഇന്ന് മുത്തിനും ചക്കുനും എന്റെ വക ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. തിന്നാൻ കൊള്ളാം. പുച്ഛം നോക്ക് കാണിക്കുവാ എന്റെ ബ്രെഡും തൈരും മുട്ടയും. നോക്ക് ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നല്ല പുളി ഇല്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇച്ചിരി പെപ്പർ പൗഡർ ഇടാം. ഇത് കൊള്ളാമോ ഇല്ലെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയുന്നതായിരിക്കും. പൊക്കോ വീഡിയോ എടുക്കണ്ട പൊക്കോ. എന്നിട്ട് പെപ്പറിക്ക പൗഡർ ആണ് വേണ്ടിയത്. പെപ്പറിക്ക പൗഡർ ഇപ്പൊ എന്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടുന്നു. അതെനിക്കും അറിയത്തില്ല എന്താന്ന് മുളക് പൊടി ഇട്ട് കൂട്ടിയിരിക്കുന്നത്. മുത്താന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും പെപ്പറിക്ക അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കണേ, അല്ലെ ഞാൻ ഇനി പോയി ഗൂഗിൾ അടിച്ച് നോക്കേണ്ടി വരും. എന്നിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഒരു തുള്ളി ഉപ്പൂട് ഇട്ടേക്കാം. എനിക്ക് അതിന്റെ ഒരു ടേസ്റ്റ് വരത്തില്ലല്ലോ, ഞാൻ എന്റെ രീതിയിലുള്ള ഒരു. എന്നിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇനി അതവിടെ വെക്കാം. അടുത്ത കാര്യം നമുക്ക് ചെയ്യാം. ഞാൻ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതായിട്ട് മൊരിഞ്ഞ കൂട്ടാക്കണം, നല്ല ക്രിസ്പി കൂട്ട് 2 സൈഡും. ഓക്കെ, പാൻ ഒന്ന് ചൂടായിക്കോട്ടെ, എന്നിട്ട് ചെയ്യാം. നോക്കട്ടെ, ആയിട്ടില്ല. നല്ലതായിട്ട് നല്ല മൊരിഞ്ഞു വരണം. ചെറുതായിട്ടേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ മൊരിയാനുണ്ട്. നല്ലതായിട്ട് മൊരിഞ്ഞു വരണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് മൊരിയുന്ന സമയം കൊണ്ട് നമുക്കൊരു ബുൾസൈ ഉണ്ടാക്കാം. ബുൾസൈ വേണോ ഓംലെറ്റ് വേണോ? ബ്രെഡ് മതി. ഓക്കെ, തൈരോട് ഇട്ടാലോ? നിന്റെ അമ്മ ഇനി എന്താണ് കാണിക്കുന്നത്? ബുൾസൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ആ ബ്രെഡ് ആകുമ്പോഴത്തേക്ക് ഒരു നുള്ള് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യോ? ഗീ തന്നെ. ബ്രെഡ് ഒരു സൈഡ് അപ്പോഴത്തേക്ക് മൂത്തെന്ന് തോന്നുന്നു, നോക്കട്ടെ. കണ്ടോ, ഇത് കൂട്ട് അപ്പുറത്തെ സൈഡും ആണ്. കണ്ടോ, ഞാൻ ആ സമയം കൊണ്ട് ഒരു ബുൾസൈ ഉണ്ടാക്കുവാണ്. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ അകത്ത്. അപ്പൊ ബ്രെഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബ്രെഡ് മൂത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി തീ ഓഫ് ചെയ്തു.
ബ്രെഡ് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് ഇനി ബുൾസയും കൂടെ എടുക്കണം. ബുൾസൈ ആയിട്ടുണ്ട്. ബുൾസൈഡും തീ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ ഒരു കാര്യം സെറ്റ് ആക്കാനുണ്ട്. വാ, ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈരില്ലേ, തൈര് സെറ്റ് ആക്കണം. തൈര് ആ പ്ലേറ്റിൽ നമ്മൾ സെറ്റാക്കി എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബുൾസൈ എടുത്തിട്ട് വരാം. ഈ ബുൾസൈ എടുത്ത് ആ തൈരിന്റെ നടുക്ക് വെച്ചു. എന്നിട്ട് അടുത്ത കാര്യം ചെയ്യാനുണ്ട്. വരൂ, ക്യാമറ ഇങ്ങോട്ട് പോരട്ടെ. എന്നിട്ട് വീണ്ടും പാൻ കത്തിച്ചല്ല, ഗ്യാസ് ഓണാക്കി. എന്നിട്ട് കുറച്ച് നെയ്യ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നെയ്യ് ഒരു നുള്ളു മതി. അത് ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് ഇല്ലേ നമ്മുടെ, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നുള്ളു അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാമേ. ഇപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കുന്നത്. മുത്തിന് ഒന്നും ഒത്തിരി മുളക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ 4 ഇതേ എടുത്തിട്ടുള്ളൂ. എന്താ, അതും മൂത്തിട്ടുണ്ട്. എന്നിട്ട് പോരൂ, ക്യാമറ എന്റെ കൂടെ പോരൂ. എന്നിട്ട് അത് നമുക്ക് ഈ മുട്ട ഓംലെറ്റിന്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കും. കണ്ടോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അന്നേരം നമ്മൾ ഇത് ഇത്രയും പ്ലേറ്റിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ബ്രെഡ് കൂടെ വെച്ചിട്ട് നമ്മുടെ ക്യാമറമാന് കൊടുത്തു നോക്കാം. എന്നിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്, പിന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. മുത്തു, ക്യാമറ എൻ്റെ കയ്യിൽ തരൂ. എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ആ ഓംലെറ്റും കൂടെ എടുത്തിട്ട് തിന്നണേ. ഓംലെറ്റ് പൊട്ടിക്കാൻ? ആ, പൊട്ടിച്ചോ. ഓംലെറ്റ് പൊട്ടിപ്പോയതാ. ഇതിന് ഞാൻ എങ്ങനെ തിന്നു? ഇവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ്. തൈരും മുട്ടയും എങ്ങനെ ഒരു ടേസ്റ്റ് കൊള്ളാവോ? കൊള്ളാടിപൊളി. എരിയും പുളിയും മധുരവും എല്ലാം കൂടെ ടേസ്റ്റ് ആയിരുന്നു. എങ്ങനുണ്ട്, കൊള്ളാവോന്ന് പറയാം. അടിപൊളിയാ. അപ്പൊ കണ്ടോ, മുത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചക്കൂന് ഇച്ചിരി കൊടുത്തു നോക്കിയേ. എങ്ങനുണ്ട്? നിന്നിട്ട് പറയടാ. ആ സാരമില്ല, പറ, എങ്ങനെയുണ്ട് ചക്കു? സൂപ്പറാണോ? വായി കിടക്കുന്നോണ്ട് പറയാൻ പറ്റും. അപ്പം മുത്തിനും ചക്കൂനും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിച്ചിട്ട് വരാമേ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് അടിക്കണേ, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.